തുടങ്ങി. ഈ ഒടുക്കത്തെ കൊര എന്നാ ഒന്ന് അവസാനിക്കാവോ? നരകത്തിലേക്ക് കെട്ടിയെടുക്കുമ്പോ നിന്നെ പണ്ടാറങ്ങുമ്പോ എന്താ പറഞ്ഞേ? രാവിലെ തന്നെ എന്റെ വായിന്ന് വല്ലതും കേൾക്കാൻ നിൽക്കണ്ട. ആ ഹലോ കുമാര, രാജപ്പൻ എഴുന്നേറ്റോ? ഇല്ല, നല്ല ഉറക്കാ. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. അവ ഉറങ്ങിക്കോട്ടെ. ആ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ വെക്കട്ടെ. രാജപ്പാ, എണീക്കടാ. നിന്റെ തലയുടെ ഫോൺ ഉണ്ടായിരുന്നു. ഇനിയും വിളിക്കും. രാധയുടെ കല്യാണം ഉറച്ചത്രേ. എന്നേക്കാൾ 3 വയസ്സിന് ഇളയതാ അവള്. നമുക്കൊന്നും കല്യാണം പറഞ്ഞിട്ടുമില്ല. അതിനും മിടുക്ക് വേണം. ആണുങ്ങളെ കണ്ണും കൈയും കാട്ടി മയക്കാനും തട്ടിയെടുക്കാനും വിരുന്നുണ്ടായ കല്യാണവും മറുകല്യാണവും ഒക്കെ നടക്കും. അപ്പറഞ്ഞതിന്റെ കോൾ എനിക്ക് മനസ്സിലായി. കുമാരേട്ടൻ മാളുവിനെ കെട്ടുന്നതിന്റെ അസൂയ നിനക്ക്. ഓ, കുമാരേട്ടൻ കുറെ കെട്ടും. കെട്ടാന്ന് പറഞ്ഞ് കാര്യമൊന്നും കിട്ടും. അതിന്റെ കൊഴുപ്പ് ചിലവട്ട് ദേഹത്തുണ്ടേ. കുമാരേട്ടനെ കെട്ടാൻ ഭൂതിയുള്ളവർക്ക് കെട്ടാം. അതിനെന്നോട് ചിലക്കണ്ട. എനിക്കിട്ട് കുമാരേട്ടനെ കെട്ടുകയും വേണ്ട. മാമയെ നമുക്ക് പോവാം. എന്റെ പേര് ചന്ദ്രി എന്നാണെങ്കിൽ കുമാരേട്ടനെ കൊണ്ട് എന്റെ കഴുത്തിൽ ഞാൻ മിന്നു വെട്ടിക്കും. നോക്കിക്കും. നിന്റെ മോഹം നടക്കില്ലടി മോളെ. അങ്ങനെയാച്ചാ എന്നെ കെട്ടാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ മൂപ്പര്. എനിക്കങ്ങനെ ഒരു വിചാരവും ഇല്ല. ആഹാ, എന്താ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി? ഇന്നലെ രാത്രി മലങ്കുള്ളിൽ ഒത്തോടി. നേരത്തെ കുളിച്ച കോളത്തോന്ന്. അങ്ങനെയാച്ചാ നിങ്ങളുടെ മറ്റോളം ഉണ്ടായിരുന്നു കടവില്. ആഹാ, അപ്പൊ അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ വിശാലമായ ഒരു കുളി കാണായിരുന്നു അല്ലേ? വിശാലമായ കുളിയല്ല, വിശാലത്തിന്റെ കുളിയും കാണായിരുന്നു. കുമാരേട്ടൻ ഞാൻ തമാശ കേൾക്കാൻ വന്നതല്ല. എന്താ നിങ്ങളുടെ വിചാരം? എന്താ വിചാരം എന്ന് ചോദിച്ചാ, നിന്നെ ഇങ്ങനെ കാണുമ്പോ ചില വിചാരങ്ങളൊക്കെ തോന്നുന്നുണ്ട്. കാണുമ്പോ ഉള്ള പുന്നാരേ ഉള്ളൂ. എന്നെ കാണുമ്പോ കെട്ടാന്ന് പറയും. മാളുവിനെ കണ്ട അവളെ. ഒടുവി ഞാൻ പുറത്ത് തന്നെ. നീ എങ്ങനെയാടി പുറത്താവുക? എന്തൊക്കെയായാലും നീ എന്റെ തന്നെയാ. മനസ്സിലായോ? നടക്കട്ടെ നടക്കട്ടെ. എന്താടാ ഓടാ ഓടാ തണ്ടി. അയ്യോ കുമാരേട്ടാ, മാളു ഇപ്പൊ ചായ കൊണ്ടുവരും. ഇവിടെ നടക്കുന്ന കാര്യം അമേരിക്കയിൽ എത്തുകയും ചെയ്യും. എന്നാലും ഞാൻ ഒടുങ്ങി കിട്ടണമെന്ന് പറഞ്ഞില്ലേ നീയേ? ചങ്കി കുത്തുന്ന വർത്താനൊന്നും പറയരുത്. നിങ്ങൾ നിർത്താതെ കുരക്കണ കണ്ടപ്പോ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. നീ മാളുവേ, ദേ കുമാരൻ വന്നിരിക്കണോ, അവന് ചായ കൊടുക്ക്. ഇത് ഇങ്ങനെ വലിച്ചു കയറ്റിട്ട് തന്നെയാ കുരക്കണേ. നല്ല സ്വയംഭം സാധനം. അടിച്ച പിപ്പിരി ഇളകണ ജാതി. ഈ പെണ്ണ് ആള് വലുതായിരിക്കണു. ഈ കിടക്കിന് ഞങ്ങളുടെ കല്യാണത്തിന് കൂടെ ഇവളുടെ കാര്യം നോക്കേണ്ടി വരും. അതിനെങ്ങനെയാ മാളൂന് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. അല്ലാത്തൊരു തമാശ തന്നെയാ. എങ്ങനെ ഇഷ്ടപ്പെടാനാ? നിനക്ക് ഈ കള്ളുകൂടി ഒന്ന് കുറച്ചൂടെ?
അതെങ്ങനെയാ? അമ്മാവന്റെ അല്ലേ മരുമോൻ, പറഞ്ഞിട്ടും കാര്യമില്ല. നീ പോടി അവിടുന്ന്. ഇവിടെ പോയി. ഉം. ഓ, ഇരുന്ന് കഴിഞ്ഞോ? എന്താ ഇത്ര വൈകിയേ? തിന്നാന്നൊരൊറ്റ വിചാരേ ഉള്ളൂ, കള്ളന്. മെല്ലെ ചങ്കില് കുടുങ്ങും. പാവം അമ്മച്ചി. അമേരിക്കയിലിരുന്ന് ഓരോ നിമിഷവും പുന്നാര മോന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ഫോണൊന്നും വന്നില്ലേ? ആഹാ, ഫോൺ വന്നല്ലോ. ഹലോ, ഇത് ഞാനാ. അവൻ ഇപ്പോഴും ദേഷ്യത്തിലാവുമല്ലേ? എങ്ങനെ മനസ്സിലായി? എനിക്കറിയാം, സ്നേഹം കൊണ്ടേ അവനെ ആശ്വസിപ്പിക്കാനാവും. നീ ഉള്ളതാ എനിക്കൊരു സമാധാനം. പിന്നെ വിളിക്കാൻ മോളെ. ശരി. അമ്മച്ചിയാ, കുറച്ച് കഴിയുമ്പോ ഇനിയും വിളിക്കും. ഒന്ന് മെല്ലെ തിന്നെ എന്റെ രാജപ്പ. ഈ രാജപ്പന്റെ ഒരു കാര്യം.